Hi all, welcome to MFavor. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ്, അതായത് ഗ്രൂപ്പ്സ് എന്നുള്ള ടോപ്പിക്കാണ്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് സൈക്ലിക് ഗ്രൂപ്പ്സ് ആണ്. അതിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിട്ടുള്ളത്. സോ സൈക്ലിക് ഗ്രൂപ്പ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ്സ് ഓഫ് എലമെന്റ്സ് ആണല്ലോ. നമ്മളൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു എലമെന്റ്സ്, കുറച്ച് എലമെന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഗ്രൂപ്പിനെ ജി എന്ന് പറഞ്ഞാണ് ഇനി ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് എഴുതുമ്പോൾ നമ്മളൊരു സെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനുള്ളിൽ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഇപ്പം ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് എ ബി സി ഡി എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എലമെന്റ്സ്. അപ്പൊ ജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയും. സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു സർക്കിളിനെ നമുക്ക് എന്ത് പറയാം? ഒരു സൈക്കിൾ എന്ന് പറയാം. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ആ ഒരു പോയിന്റിൽ തന്നെയാണ്. സോ അതുകൊണ്ടാണ് സൈക്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ്സിന്റെ കേസിലും ഒരു സൈക്ലിക് ഗ്രൂപ്പ് എന്താണ്? അപ്പോൾ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലമെന്റ് എടുത്ത് എ എന്ന് പറയുന്ന എലമെന്റ് ആണ് ഈ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആണെന്ന് വിചാരിക്കുക. അതാണ് എ ഇസ് എ എലമെന്റ് ഓഫ് ജി such that every element in G can be written as a raised to n for some integer n. അപ്പോൾ നമുക്ക് ഇതിലെ എല്ലാ എലമെന്റ്സിനും a raised to n എന്ന് പറഞ്ഞ് എഴുതാം. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. അതായത് ഈ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഇതിലെ a raised to n എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് ഇപ്പം a raised to 1 എന്ന് പറയുന്നത് ഇവിടെ a ആയിരിക്കും, a raised to 2 എന്ന് പറയുന്നത് b ആയിരിക്കും, a raised to 3 എന്ന് പറയുന്നത് c ആയിരിക്കും, a raised to 4 എന്ന് പറയുന്നത് d ആയിരിക്കും. അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിൽ എയുടെ ഫോമിൽ അല്ലെങ്കിൽ എ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ എലമെന്റ്സിനെ എല്ലാം എഴുതാം. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എ ആണ്, എ റേസ് ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. അങ്ങനെയാണ് എലമെന്റ്സ് ഇതിൽ പോകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് വെച്ച് ടേംസിലാണ് ഈ എലമെന്റ്സ് എല്ലാം ഇതിനെയെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. ഇതിനാണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സൈക്ലിക് ഗ്രൂപ്പ് ആകുമ്പം ഇവിടെ ഞാനതൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറഞ്ഞുതരാം, നോർമൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇവിടെ എ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത്. ദിസ് എലമെന്റ് എ ഈസ് കോൾഡ് ജനറേറ്റർ. നമ്മളിവിടെ എയുടെ ടേംസിലാണ് ഇതിനെല്ലാം നമുക്ക് എല്ലാ എലമെന്റ്സിനെയും നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എയെ നമുക്ക് ജനറേറ്റർ എന്ന് വിളിക്കാം. ഏത്? ഈ ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണ്, എ ആയിരിക്കും ഈ ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആയിട്ട് വരുന്നത്. സോ അങ്ങനെ വന്നിട്ട് ഇനി നമുക്കൊരു ഒരു പ്രോബ്ലം എടുത്തിട്ട് നോക്കാം. ഹായ് ഓൾ, എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഫൈനൈറ്റ് സൈക്കിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ നമ്മുടെ ഗ്രൂപ്പിലെ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എ തുടങ്ങിക്കഴിഞ്ഞാൽ എ സ്ക്വയർ, എ ക്യൂബ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എ റേസ് ടു n - 1 വരെ ഒരു പർട്ടിക്കുലർ ഇതാണ്. അതാണ് ഫൈനൈറ്റ് എലമെന്റ്സ് ഉള്ളതിനാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഗ്രൂപ്പ് എന്ന് പറയുമ്പം നമുക്ക് രണ്ട് രീതി വരാം. ഇപ്പൊ ഇവിടെ എ റേസ് ടു എൻ എന്ന് പറഞ്ഞില്ല, അതായത് മൾട്ടിപ്ലിക്കേഷന്റെ ടേം ആണ് പറയുന്നത്. നമുക്കറിയാം എ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ 1ന്റെ സ്ക്വയർ, 1ന്റെ ക്യൂബ്, അങ്ങനെ പോകും. ഇപ്പൊ 1ന്റെ സ്ക്വയർ ആയിരിക്കും അടുത്ത എലമെന്റ്, നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1ന്റെ ക്യൂബ് ആയിരിക്കും, അങ്ങനെ പോകും. അപ്പൊ ഈ എലമെന്റ്സിനെ എല്ലാം നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ
ഇവിടെ ഈ 1 സ്ക്വയർ അല്ലെ എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ റേസ് ടു എൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ, അപ്പോൾ ഗ്രൂപ്പിലെ എലമെൻസിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് അഡീഷനും ചെയ്യാം. അഡീഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 ഓപ്പറേഷൻസ് ആണ് ഇവിടെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷനുമാണ്. ഈ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷനിലാണ്. അതായത് ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞ് എ സ്ക്വയർ എ ക്യൂബ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് നമുക്കിപ്പം ഈ എ എന്ന് പറയുന്ന എലമെന്റിന് എ സ്ക്വയർ എന്ന് പറയുന്നത് സി ആയിരിക്കും, എ ക്യൂബ് എന്ന് പറയുന്നത് ഡി ആയിരിക്കും, അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ നമ്പേഴ്സിന്റെ കേസ് വരുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ അടുത്തത് ഇവിടെ നോക്കിയാൽ അതേപോലെ തന്നെ നമുക്ക് അഡീഷനും ചെയ്യാം. അഡീഷൻ ചെയ്തിട്ട് ഓരോ എലമെന്റ്സിനെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. Z6 അല്ലെങ്കിൽ Z6 എന്ന് പറയുന്നത് മോഡ് 6 എന്നാണ് ഇതിന് പറയുന്നത്. ഇത് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയായിരിക്കും എഴുതുന്നത്. ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Z6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6 എലമെന്റ്സ് ഉണ്ടാവും 0യിൽ നിന്നാണ്. അപ്പോൾ 6 അല്ലേ ഇവിടെ വന്നേ. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഗ്രൂപ്പിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 0 1 2 3 4 5. ഇവിടെ നോക്കിയേ 5 വരെ ഇത് വരുന്നുള്ളൂ. കാരണം എന്താണ്? മോഡ് 6 എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിനർത്ഥം ഇവിടുത്തെ ഗ്രൂപ്പിൽ 6 എലമെന്റ്സ് ഉണ്ട്. 6 എലമെന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. അപ്പോൾ ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഈ ഗ്രൂപ്പിലെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. എങ്ങനെയാണ് അഡീഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത്? നോക്കിയേ, ഇവിടെ 1 വെച്ചിട്ട് ആഡ് ചെയ്താണ്. 1 എന്ന് പറയുന്ന നമ്പറാണ് ഇവിടുത്തെ ജനറേറ്റർ. 1 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും ഇവിടുത്തെ ജനറേറ്റർ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ എലമെന്റ് 0 ആണ്, പിന്നെ നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 ആഡ് ചെയ്തു. അടുത്തത് നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആഡ് ചെയ്തു. ഈ ഫസ്റ്റ് എലമെന്റ് 1 ആഡ് ചെയ്തപ്പോൾ നെക്സ്റ്റ് എലമെന്റ് വന്നു. അടുത്ത എലമെന്റ് നമ്മൾ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ 3 വന്നു. അപ്പം നമുക്ക് ഈ എലമെന്റ്സിനെ എല്ലാം എന്ത് ചെയ്യാം? ഇവിടെ ആഡ് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 0 പ്ലസ് 1 വന്നു. അടുത്ത 1 പ്ലസ് 1 വന്നു, അങ്ങനെ 2. അപ്പോൾ 1 ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ഇതൊരു സൈക്ലിക് ഗ്രൂപ്പിലെ ദ ഗ്രൂപ്പ് ഓഫ് ഇൻറ്റീജേഴ്സ് അണ്ടർ അഡീഷൻ ആണ് വരുന്നത്. ദ ഗ്രൂപ്പ് ഓഫ് ഇൻറ്റീജേഴ്സ് അണ്ടർ അഡീഷൻ. അപ്പോൾ 2 രീതിയിലായിരിക്കും സൈക്ലിക് ഗ്രൂപ്പായിട്ട് വരുന്നത്. അഡീഷൻ ചെയ്തും വരും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തും വരും. 2 ഓപ്പറേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ആണ് വരുന്നത്. ഇനി ഇതിനെല്ലാം സബ് ഗ്രൂപ്പ്, അതായത് ഇപ്പം നമ്മൾ ഇത് പറഞ്ഞല്ലോ, ഈ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ G = ഇങ്ങനെ വരുന്നു. അതായത് 0 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ പോവാം. അപ്പോൾ ഇവിടത്തെ ഒരു ചെറിയ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സെറ്റ് എന്ന് പറയും. സബ്സെറ്റ്സ് അല്ലെ സബ്സെറ്റ് അല്ല സബ് ഗ്രൂപ്പ്. ഞാൻ ഈ സെറ്റിന്റെ കേസ് നമ്മളിപ്പോൾ സെറ്റ് പഠിക്കുമ്പോഴും അതിനെ സബ്സെറ്റ് എന്ന് പറയുന്ന പോലെ ഇത് സബ് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ 4 5 6 ആയിരിക്കും. അപ്പം ആ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സൈക്ലിക് ആയിരിക്കും. ഈ സൈക്ലിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യാണ്. ഒരു എലമെന്റ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സിനെ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം ഇതിൽ വേറെ എക്സാമ്പിൾസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. പിന്നെ നമ്പർ ഓഫ് ജനറേറ്റർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ഈസ് 5n. then 5 ഈസ് യൂലേഴ്സ് ടോർഷ്യൻ ഫംഗ്ഷൻ എന്നായിരിക്കും ഇതിനെ പറയുന്നത്. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് if G is a cyclic group of order n, then for each D dividing n there exists exactly one subgroup of order D. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് സബ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ആ സബ് ഗ്രൂപ്പും സൈക്ലിക് ആയിരിക്കും. അത്ര ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എബേലിയൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് സൈക്ലിക് ഗ്രൂപ്പിൽ. അതായത് A.B എന്ന് പറയുന്ന B.A ആണ്.
സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ഡോട്ട് ബി എന്ന് പറയുന്നത് രണ്ട് എലമെന്റ്സ് നമ്മൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. നമ്മൾ എപ്പോഴും പറയുന്ന പ്രോപ്പർട്ടി, ആ ഒരു പ്രോപ്പർട്ടി, അതുകൊണ്ടാണ് അബേലിയൻ എന്ന് പറയുന്നത്. സൈക്ലിക് ഗ്രൂപ്പ് അബേലിയൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുവാണ്. ഇത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് Z7 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കുറച്ച് മുമ്പ് എഴുതി Z6 ആയിരുന്നു. അപ്പോൾ Z7 എന്ന് പറയുമ്പോൾ ഇവിടെ 0 1 2 3 4 5 6. അപ്പോൾ ഇവിടെ അഡീഷൻ നോക്കി, Z7 എന്ന് പറഞ്ഞാൽ അഡീഷൻ മോഡ് 7 എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 7 എലമെന്റ്സ് വരും. ഇപ്പോൾ 0 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ ഇതിന് ആഡ് ചെയ്യുന്ന 1 എടുക്കുന്നു. ഇവിടുത്തെ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് 1 ആഡ് ചെയ്തു, പ്ലസ് പിന്നെ അടുത്ത 2 7 എന്ന് പറഞ്ഞാൽ 2 വരുന്നു. പിന്നെ നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ 3 വരുന്നു, 4 5 6 അങ്ങനെ ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഈ ഒരു ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ 1 ആണ് ഇവിടുത്തെ ജനറേറ്റർ. അപ്പോൾ all elements from 0 to 6 are generated by all elements from 0 to 6. 6 are generated by repeated addition of 1. റിപ്പീറ്റഡ്ലി നമ്മളിവിടെ 1നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ജനറേറ്റർ 1 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നെക്സ്റ്റ് പ്രോബ്ലം സെക്കൻഡ് വന്നപ്പോൾ ഇവിടെ പറയുന്ന ഫൈൻഡ് ഓൾ ജനറേറ്റർ ഓഫ് Z8. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് Z8 എന്ന് പറഞ്ഞ് വായിക്കുന്നത്. അപ്പോൾ ഈ ഫൈൻഡ് ഓൾ ജനറേറ്റർ ഓഫ് Z8. അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 1 2 3 ഇങ്ങനെ വന്നിട്ട് 7 വരെയാണ് വരുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ നമുക്ക് ജനറേറ്റർ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ഓൾ ജനറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് ഏതൊക്കെയാണ് ജനറേറ്റർ? അപ്പൊ നമുക്ക് ഒന്നിൽ കൂടെ ജനറേറ്റേഴ്സ് വരാം. അപ്പൊ ഒരു നമ്പർ വെച്ച് മാത്രമല്ല, നമുക്ക് വ്യത്യസ്തമായ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതിപ്പം 1 ആവാം, -1 ആവാം, അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് വെച്ച് ഒറ്റ ഒരു നമ്പർ ഒന്നല്ല, നമുക്കിപ്പോൾ 2 വെച്ചിട്ട് അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം അതിന് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, അത് വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫൈൻഡ് ഓൾ ജനറേറ്റർ, ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ജനറേറ്റർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ഷോർട്ട് കട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. നിങ്ങൾ നേരത്തെ ചിലപ്പം പഠിച്ചിട്ടുള്ളവർ ഇത് ഈ മെത്തേഡാണോ യൂസ് ചെയ്തതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പം എനിക്ക് തോന്നിയത് ഈ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാലോ 1 തൊട്ട് 8 വരെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണം, സച്ച് ദാറ്റ് നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കോമൺ ആയിട്ട് GCD എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് രണ്ടിനെയും, അതായത് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലെ കോമ്പിനേഷൻ എടുക്കും, 1ഉം 8ഉം കൂടെ എടുക്കും. അപ്പോൾ GCD 1 8 എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും കൂടെ, അതായത് ജനറൽ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ് എടുക്കാം. 1നെയും 8നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 1 വെച്ച് മാത്രമേ ഉള്ളൂ, രണ്ട് നമ്പേഴ്സിനെ. അപ്പോൾ 1 വെച്ച് 8നെ നമുക്കിപ്പോൾ 4 വെച്ചും 2 വെച്ചും ഒക്കെ ഡിവൈഡ് ചെയ്യാം, പക്ഷെ 1നെ നമുക്ക് പറ്റില്ല. സോ 1നെയും 8നെയും കൂടെ ചെയ്യാൻ പറ്റുന്ന 1 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. സോ 1 എന്ന് പറയുമ്പോൾ ഇവിടെ ജനറേറ്റർ കിട്ടി. നമുക്കറിയാം ഓരോ എലമെന്റ്സ് കഴിയുമ്പോൾ 1 ആണ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നത്.
അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ഇവിടെ 1 എന്ന് പറഞ്ഞ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഇതൊരു ജനറേറ്റർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിയാൽ 2 8 എടുത്തു. കാരണം ഇവിടെ 8 എന്ന് പറയുന്ന എലമെൻ്റ് ആണ് ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 8 എലമെൻറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഫൈൻഡ് ഓൾ ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 1ഉം 8ൻ്റെയും കൂടെ GCD എടുത്തു. അടുത്തത് 2 8 എടുത്തു. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്കറിയാം എന്താണ് 1ഉം 8ഉം കൂടെ ഡിവിഷൻ ചെയ്യുമ്പോൾ 1 വെച്ച് മാത്രമേ രണ്ടിനെയും ഡിവൈഡ്. ഇവിടെ 2ൻ്റെയും 8ൻ്റെയും വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യാം, 2 വെച്ച് തന്നെ നമുക്ക് ഇതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്യാം. ഇതും ചെയ്യാം ഇതും ചെയ്യാം. അപ്പോൾ ഇതിവിടെ 2 ആണ് ഇവിടുത്തെ ഇത്. അപ്പോൾ 2 വരാൻ പാടില്ല. കാരണം എന്താണ്, ഇവിടെ ഓരോ ഒന്നും കഴിയുമ്പോൾ 1 ആഡ് ചെയ്താണ് വരുന്നത്. സോ 2 വന്നു കഴിഞ്ഞാൽ നോട്ട് എ ജനറേറ്റർ. ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവിസർ അതായത് നമുക്ക് ഏറ്റവും ഇതിനെ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള എലമെന്റിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. നോക്കിയാൽ ഇവിടെ 2 8നെയും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന 2 വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത 3ഉം 8ഉം എടുത്തു കഴിഞ്ഞാലോ 3 8നെ നമുക്ക് രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 1 എന്ന് പറഞ്ഞ നമ്പർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ 1 കിട്ടുന്നതെല്ലാം നമ്മൾ അടുത്തതും ഞാൻ 5 8 എടുത്തു. 4 8 എടുക്കുന്നില്ല കാരണം 4 വരുന്നു. അടുത്ത 5 8 വരുമ്പോഴും 1. അങ്ങനെ നമ്മൾ പോയിട്ട് ലാസ്റ്റ് 7 8 വരെ എടുത്തു. അവിടെ 7 8നെയും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 1 വെച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ 1 കിട്ടിയതെല്ലാം നമുക്ക് എന്തെടുക്കാം, ഇവിടെ 1 ജനറേറ്റർ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കറിയാം അല്ലെങ്കിലും ഇത് ആഡ് ചെയ്ത് 1 കഴിഞ്ഞിട്ട് പിന്നെ 1നോട് 2 1 ആഡായി ഇവിടെ 2 ആഡായി 1 ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 എല്ലാം കിട്ടിയത് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ജനറേറ്റർ ആയിട്ട് വരും. അപ്പോൾ ഈ കിട്ടിയ കോമ്പിനേഷൻ ഇങ്ങനെ എടുക്കുക. ഏതൊക്കെയാണ് 1 3 3ഉം 8ഉം കൂടെ എടുത്ത 1 3 5 7. അപ്പോൾ എത്ര നമ്പർ ഓഫ് ജനറേറ്റർ ഇങ്ങനെ ഞാൻ ഇത് വായിക്കുന്ന 5 എന്നാണ്. 5 എന്നോ സൈ എന്നോ അങ്ങനെ 8 = 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 എലമെൻറ്റ്സ് ഉള്ള ഒരു ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ എലമെൻറ്റ്സ് എത്ര ജനറേറ്റേഴ്സ് അതിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പ മെത്തേഡാണ് ഇപ്പം ചെയ്തത്. ഒരു മിനിറ്റ് ഒരു എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലായിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് വരുമ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈസ് ദി ഗ്രൂപ്പ് ജി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ സൈക്ലിക്? ഇത്
മൾട്ടിപ്ലിക്കേഷന്റെ കേസ് സൈക്ലിക് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾക്ക് പിന്നെ ഞാൻ ഇത് കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടെ ഞാൻ ഇതിൽ അഡീഷണൽ ആയിട്ട് ഇട്ടോളാം. അപ്പോൾ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവർ പറഞ്ഞേക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഓപ്പറേഷൻ പ്രകാരം ഇത് സൈക്ലിക് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഈ നമുക്കിതിൽ ഇമാജിനറി നമ്പർ വന്നിട്ടുണ്ട്, റിയൽ നമ്പേഴ്സും വന്നിട്ടുണ്ട്. സോ ഇമാജിനറി നമ്പറിന് നമുക്ക് ആദ്യം അങ്ങ് എടുക്കുക. ഇപ്പൊ ഇതിന്റെ കേസിൽ ഐ എന്ന് പറഞ്ഞ 2 ഇമാജിനറി നമ്പർ തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് കേസ് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇമാജിനറി നമ്പർ ആദ്യം ട്രൈ ചെയ്യുക. അപ്പൊ ഇവിടെ ഐയുടെ കേസിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഐക്ക് വാല്യൂസ് ഉണ്ട്. അപ്പം ഐയുടെ കേസ് എടുക്കുക. ഐ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ് എടുത്തിട്ട് നോക്കുക. ഐയുടെ അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, a⁻n എന്നുള്ള ഫോമിൽ ഈ നമ്പേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. വേറെ എന്നിന് നമ്മൾ എന്ത് കൊടുക്കും, n = 1 2 3 എന്ന് പറഞ്ഞ് കൊടുക്കും. അത് ഇതിൽ ഏതെങ്കിലും എലമെന്റ് ആയിരിക്കാം. അത് ഓർഡർലി ആയിരിക്കത്തില്ല അറേഞ്ച് ചെയ്യുന്നത്. അഡീഷന്റെ കേസ് മാത്രമേ അങ്ങനെ നമുക്ക് ഓർഡർലി അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ a⁻n എടുത്തു. അപ്പോൾ ഇവിടെ i എടുക്കുക. i⁻1 എടുത്തു. i⁻1 എന്ന് പറയുമ്പോൾ i എടുക്കുക. നെക്സ്റ്റ് i സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 വരും. എങ്ങനെയായിരിക്കും വരുന്നത്? കാരണം i എന്ന് പറയുന്നത് √−1 ആണ്. i സ്ക്വയർ എന്ന് പറയുന്നത് -1 വരും. i³ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ച് ഓപ്പറേഷൻ പറഞ്ഞു. അപ്പോൾ i സ്ക്വയർ ഇൻറ്റു, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം എന്താണ്, ഒരു വാല്യൂ, അതായത് -1 ആണെങ്കിൽ ക്യൂബ് വരികയാണെങ്കിൽ, അല്ലെ ക്യൂബ് അല്ല, ഒരു നമ്പർ ക്യൂബ് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ വരുമ്പോൾ അതെല്ലാം വാല്യൂ, അതായത് ക്യൂബ് വന്നു കഴിയുമ്പോൾ -i ആയിരിക്കും വരും. നമ്മളിത് ഐയുടെ ഒരു നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. i⁻1 വരുമ്പോൾ i⁻² വരുമ്പോൾ ഉള്ള വാല്യൂ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം i³ എന്ന് പറയുമ്പോൾ -i വരും. i⁻4 എന്ന് പറയുമ്പോൾ i² എന്ന് വെച്ച് കഴിഞ്ഞാൽ -1² വരും. സോ 1 വരും. അപ്പോൾ ഇത്രയും വാല്യൂസ് കിട്ടി. ഇനി നോക്കിയേ, ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതായത് i ഉണ്ട്, -1 ഉണ്ട്, -i ഉണ്ട്, 1 ഉണ്ട്. സോ നമ്മൾ ചെയ്ത ഇത്രയും എലമെന്റ്സ് 1 2 3 4 എലമെന്റ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ 4 എണ്ണം എടുത്താൽ മതി. 4 എലമെന്റ്സ് ഇതിലുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ ജനറേറ്റർ എന്ന് പറയുന്നത് i ആയിരിക്കും. പിന്നെ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഐയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര തവണ വന്നേക്കുന്നത്, 1 2 3 4 തവണ. അപ്പോൾ ഓർഡറിന്റെ എന്ന് പറയുന്ന ഓർഡർ ഓഫ് i എന്ന് പറയുന്ന 4 ആയിരിക്കും വരുന്നത്. സോ ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഇതിലെ എലമെന്റ്സ് ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിലെ ഒരു എലമെന്റ് വെച്ച് 1 2 എലമെന്റ് വെച്ചിട്ട് നമുക്ക് ഇതിൽ എല്ലാം റിപ്പീറ്റ് ആയിട്ട് വരും. ഒരു എലമെന്റ് വെച്ചിട്ട് റിപ്പീറ്റ് ആയിട്ട് വരും. ജസ്റ്റ് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിപ്പീറ്റ് ആയിട്ട് വരിക. കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറി ഒന്നുമില്ല. നമ്മുടെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലെ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അപ്പോൾ അതിനുള്ളിൽ തന്നെയാണ് ആ ഗ്രൂപ്പിലെ ഇത് കാരണമാണ് ബാക്കി എല്ലാ എലമെന്റ്സ് ഇതായിട്ട് വരുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ സൈക്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ്, ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ പറഞ്ഞിട്ടുണ്ട് 10 ആണ്, ഓർഡർ 10 ആണ്. അപ്പൊ വരുമ്പോൾ തന്നെ ഇതങ്ങ് എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്,
10 എന്ന് പറയുമ്പോൾ അവിടെ അത്രയും എലമെൻറ്റ്സ് വരും. അങ്ങനെയാണ് ഹൗ മെനി ജനറേറ്റേഴ്സ്. ഓർഡർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഹൗ മെനി ജനറേറ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ല ഐ എന്ന് പറയുന്ന ഒരു പ്രീവിയസ് പ്രോബ്ലത്തിൽ ഐ ആയിരുന്നു അവിടുത്തെ ജനറേറ്റർ. അപ്പൊ ഐ എന്ന് പറയുന്ന ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെ നമ്മൾ ഓർഡർ എടുത്തത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഓർഡർ എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നുണ്ട്. അപ്പൊ 10 എന്ന് പറയുമ്പോൾ ബിലോ 10 നമ്മൾ 10 എലമെന്റ്സ് എടുക്കുക. അപ്പൊ 10ന്റെ ഫാക്ടേഴ്സ് എടുക്കുക. 10ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഏതാണ്? 2 ഇൻറ്റു 1 ഇൻറ്റു 10 വരും, പിന്നെ 2 ഇൻറ്റു 5 വരും, പിന്നെ 5 ഇൻറ്റു 2 വരും. അപ്പൊ നമുക്ക് ഇതിൽ ഇത് ഏതേനും എടുക്കാം. 2 ഇൻറ്റു 5 അല്ലെ 5 ഇൻറ്റു 2 എടുക്കുക. ഇത് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഹൗ മെനി ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ n ഈസിക്കൽ ടു എന്ന് പറയാം. കണ്ടോ, സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് 5 ഓഫ് n വരും. 5 ഓഫ് n എന്ന് പറയുമ്പോൾ നമ്മളിവിടെ n ഈസിക്കൽ ടു 10 ആണ്. അതിന് നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് 2 ഇൻറ്റു 5 എന്ന് എഴുതി. അപ്പോൾ 5 ഓഫ് 10 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 5 ഓഫ് 2 ഇൻറ്റു 5 ഓഫ് 5 വരും. നമ്മൾ ഇതിനെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 മൈനസ് 1, അതായത് n മൈനസ് 1 ഇൻറ്റു ജനറേറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 2 മൈനസ് 1 ഇൻറ്റു 5 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ജനറേറ്റേഴ്സ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ. ഫൈൻഡ് ഓൾ ജനറേറ്റർ ഓഫ് ദി ഗ്രൂപ്പ് Z10. Z10ന്റെ ജനറേറ്റേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് Z10. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് അതായത് നമ്മൾ ഡിവൈസർ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കുറച്ച് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ Z10 എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം എന്താണ്? 1 മുതൽ 10 വരെ അല്ലെങ്കിൽ 0 മുതൽ 9 വരെ എലമെന്റ്സ്. അപ്പോൾ 1 മുതൽ 10 നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പോൾ ഇവിടെ ഫൈൻഡ് ജനറേറ്റേഴ്സ് ഓഫ് Z10, ഫൈൻഡ് ഓൾ എലമെന്റ്സ് Z10 such that GCD is A10. അപ്പൊ ഇതില് വരേണ്ടത് 1 ആണ്. അപ്പൊ ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യാണ്. 1നും 10നും കോമൺ ആയിട്ടുള്ളത് വരുന്നത് 2നും 10നും കോമൺ, പിന്നെ 3ക്കും 10നും കോമൺ, 4നും 10നും കോമൺ, 5നും 10നും കോമൺ, 6നും 10നും കോമൺ, ഇങ്ങനെ. ഇപ്പൊ നോക്കിയാൽ ഇവിടെ 1നെയും 10നെയും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്ന ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവിസർ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. 2നെയും ഡിവൈഡ് ചെയ്യും. ഇവിടെ വരുന്നത് ഏതാണ്? വരും 2 വരും. 2നെയും ഡിവൈഡ് ചെയ്യണം, 10നെയും ഡിവൈഡ് ചെയ്യും. ഇവിടെ വരുമ്പോൾ 1 വരും. ഇത് 4 10 വരുമ്പോൾ തന്നെ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, 2 വെച്ച് ചെയ്യാം. സോ ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 1 വന്നതെല്ലാം ഇവിടുത്തെ ജനറേറ്റേഴ്സ് ആയിരിക്കും. സോ ഇവിടെ 1 എന്ന് പറയുമ്പോൾ വന്നേക്കുന്നത് 4 എലമെന്റ്സിനാണ്. അപ്പോൾ അത് നമ്മളിവിടെ ജനറേറ്റേഴ്സ്. സോ 1 3 7 9 എന്ന് പറഞ്ഞിട്ട് എലമെന്റ്സിനെ നമ്മൾ എഴുതി. നമ്പർ ഓഫ്
ജനറേറ്റേഴ്സ് എത്രയാണ് ഇവിടെ? 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് എല്ലാം ഓരോ ക്വസ്റ്റ്യനെ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ പോലും വരാൻ സാധ്യതയുണ്ട്. അപ്പം കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തത് ഒരു രീതിയാണ്, അതിൽ ചെയ്തപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിഫറൻസ് ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നാൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ആണ്. അപ്പോൾ അതിന് വരുമ്പോൾ വേറൊരു രീതിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഓരോന്നിനും സൈക്ലിക് ഗ്രൂപ്പിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നോക്കിയേ. ഇഫ് G is equal to പിന്നെ ഇങ്ങനെ ചിലപ്പം നമ്മൾ സിമ്പൽ വരുന്നത് ഗ്രൂപ്പിന്റെ സൈക്ലിക് ഗ്രൂപ്പ് ആണല്ലോ. സൈക്ലിക് ഗ്രൂപ്പിന്റെ ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് ആകുമ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള 2 ആരോസിന് ഉള്ളിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ് ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്ന് വെച്ചാൽ എലമെന്റ്സ് ഒക്കെ വരുന്ന അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇതായിട്ടായിരിക്കും എലമെന്റ്സ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് കാണിച്ചേക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. ഓർഡർ ഈസ് ഈക്വൽ ടു 18 ആണ്. അങ്ങനെയാണ് A⁶ ഓർഡർ എത്ര ആണ്? ഈ ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ 18 ആണ്. അങ്ങനെയാണെങ്കിൽ A⁶ ഓർഡർ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഓർഡർ ഓഫ് ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് A⁴k is equal to n divided by GCD nk. അവിടെ n is the order of A. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. അതായത് ഇവിടെ n എന്ന് പറയുന്ന ഓർഡർ ഓഫ് A⁴k എന്നാണ് പറയുന്നത്. A⁴k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിലെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വാല്യൂ ഇവിടെ n എന്ന് പറയുന്നത് 18 ആണ്. കാരണം ഇവിടുത്തെ ഓർഡർ ഓഫ് ഈ ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത് 18 ആണ്. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? k ആണ്. k എന്ന് പറയുന്നത് അതായത് k is equal to 6 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇക്വേഷനിലേക്ക് 18 ഡിവൈഡ് ബൈ GCD എന്ന് പറയുമ്പോൾ 2ന്റെയും കൂടെ എടുക്കുക. 18 6 എടുക്കുക. അപ്പോൾ നോക്കിയാൽ 18 ഡിവൈഡ് ബൈ, അപ്പോൾ നോക്കിയാൽ ഈ 18 6 കൂടെ എടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡിവിസർ അല്ലേ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 18 6 കൂടെ എടുക്കുമ്പോൾ നോക്കിയേ നമുക്ക് 6 എടുത്തു കഴിഞ്ഞാൽ 1 × 6 വരും, 2 × 3 വരും. പിന്നെ കോമൺ ഡിവിസർ ആണ് വരുന്നത്. അപ്പോൾ കോമൺ വരുമ്പോൾ 18 6 കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ട് 6 18 കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 6നെ 18 കൂടെ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ അവിടെ വരുന്നത് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 18നും നമുക്ക് 6ന് നമുക്ക് 6 ഒരു ഫാക്ടറായിട്ട് വരും. പിന്നെ നമ്മുടെ 18 ആണെങ്കിൽ ഇവിടെ 1 × 18, പിന്നെ 2 × 9, പിന്നെ 3 × 9. അപ്പോൾ ഇതിന് 2നും കൂടെ കോമൺ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒബിയസ്ലി അത് 6 ആയിരിക്കും. അപ്പോൾ 6 വരുമ്പം നമ്മൾ ആ 6 എടുക്കുക. 6 18 ഡിവൈഡ് ബൈ 6 3. അപ്പം ഈ A⁶ ഓർഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ, ഒരു മിനിറ്റ് ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ചിലപ്പോൾ എല്ലാം കൂടെ പറയുമ്പോൾ, കാരണം അടുത്തത് നമ്മൾ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിന്റെ ഇതാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ പെർമ്യൂട്ടേഷൻ എന്താന്നുള്ളത്
ജസ്റ്റ് ഒരു ഇത് എടുത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് ആ ഗ്രൂപ്പിലെ പെർമ്യൂട്ടേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പെർമ്യൂട്ടേഷൻ ആണ്. അതായത് ഗ്രൂപ്പിലെ പെർമ്യൂട്ടേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കൺസെപ്റ്റ് ഏകദേശം ആദ്യം നമ്മൾ പെർമ്യൂട്ടേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പറയാം പെർമ്യൂട്ടേഷൻ്റെ. ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പെർമ്യൂട്ടേഷൻ പറയുമ്പോൾ ഫാക്ടോറിയൽ, ഈ ഇപ്പോൾ ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ എന്ന് പറയും. അതിനർത്ഥം n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അതായത് 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 വരും. ദാറ്റ് ഈസ് 120 വരും. ഇതാണ് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർമ്യൂട്ടേഷൻ, അതായത് ഇത് ഫാക്ടോറിയൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷനിൽ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ വരുന്നത്. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്രമവിന്യാസം എന്ന് പറയാം, അല്ലെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ക്രമവിന്യാസം. അതായത് നമുക്ക് ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഒരു ബുക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഒരു ഷെൽഫിൽ, ഇപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഇപ്പം ലൈബ്രറി മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബുക്ക് അത് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു പ്രശ്നമില്ല, നമുക്കൊരു എവിടെയെങ്കിലും വെച്ചാൽ മതി. പക്ഷേ ഒരു ബുക്സ് 3 ബുക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 ബുക്സ്, ഇത് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണം? അറേഞ്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പം 3 ബുക്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആദ്യം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് വരും, ഒന്നാമത് വെക്കാം, ഫസ്റ്റ് ബുക്ക് വെക്കാം, രണ്ടാമത് ഇത് വെക്കാം, ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ചിലപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, 2 ആദ്യം വന്നിട്ട് 3 രണ്ടാമത് വന്നിട്ട് 1, പിന്നെ 3 ആദ്യം വന്നിട്ട് 2, ഇങ്ങനെ വരാം. പിന്നെ നമുക്കിതിനെ വേറൊരു രീതി അറേഞ്ച് ചെയ്യാം. 3 ആദ്യം വന്നു, 1 ആദ്യം വന്നു, പിന്നെ 2 വന്നു. അപ്പം ഈ 3 ബുക്കിനെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പം അതിനെയാണ് നമ്മൾ ഒബ്ജക്ട്സിനെ നമ്മൾ അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതാണ് ക്രമവിന്യാസം എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഡർ അറേഞ്ച്മെൻറ്റിൽ വെക്കും, ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗ്രൂപ്പിലും നമുക്ക് അതുപോലെ തന്നെ എലമെന്റ്സിനെ, അതായത് ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ നമുക്ക് ഇതുപോലെ പെർമ്യൂട്ടേഷൻ ചെയ്യാം. അപ്പൊ അത് വെച്ചിട്ടാണ്, അങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോർമലി പഠിക്കുമ്പോൾ, പെർമ്യൂട്ടേഷൻ പഠിക്കുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തേക്ക് ഇങ്ങനെയാണ്. അതായത് അറേഞ്ച്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സ്പെസിഫിക് ഓർഡർ ആണ്. അപ്പോൾ ഫോർമുല എന്ന് പറഞ്ഞാൽ ജനറലി ഉള്ള ഓർഡർ എന്ന് പറയുന്നത്, ഇതില് ഫോർമുല എന്ന് പറഞ്ഞാൽ പി ഓഫ് എൻ ആർ is equal to n factorial divided by n minus r into factorial. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്ര ഒബ്ജക്ട്സ് ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ് n എന്ന് പറഞ്ഞൊരു ഒബ്ജക്ട്സ്, അതായത് 5 നമ്പേഴ്സ് ഓഫ് ഒബ്ജക്റ്റ്. അതിൽ നിന്ന് നമ്മുടെ r എന്ന് പറയുന്ന ഒബ്ജക്ട്സ്, 3 ഒബ്ജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്തു. അതിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം. അതായത് 5 ഒബ്ജക്റ്റ് ഉള്ള ഒരു ഇതിൽ നിന്ന് നമ്മൾ 3 ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഇതിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് എത്ര ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് നമുക്കിവിടെ ഇക്വേഷൻ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇത് പെർമ്യൂട്ടേഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇത് തന്നെ ഗ്രൂപ്പിലും, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലും, അപ്പം ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുകയാണ്. ഹൗ മെനി വേസ് ക്യാൻ യു അറേഞ്ച് 3 ലെറ്റേഴ്സ് ഫ്രം എ ബി സി ഡി. അപ്പം എ ബി സി ഡി എന്ന് പറഞ്ഞ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ 3 ലെറ്റേഴ്സിനെ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാമെന്നാണ്. 3 ലെറ്റേഴ്സ്, അത് ഏതൊക്കെയാണെന്ന് പറയുന്നില്ല. 3 ലെറ്റേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന്. ഇപ്പൊ 3 അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാകാം? എ ബി സി ആകാം, അല്ലെങ്കിൽ ബി സി ഡി ആകാം, പിന്നെ എ സി ഡി ആകാം, ബി എ സി ആകാം. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ്. അതാണ് നമുക്ക് ആ ഒരു അറേഞ്ച്മെന്റ്സിന്, അല്ലെങ്കിൽ ഇതിനെ ആയിരിക്കും നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ജനറൽ നമുക്ക് ഇങ്ങനെ എഴുതി അല്ലെങ്കിൽ നോക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ജനറലി ഒരു ഇക്വേഷൻ എടുത്തേക്കുക. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, അതായത് നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. അതിൽ നിന്ന് നമ്മൾ 3 അക്ഷരങ്ങളാണ് എടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പി ഓഫ് 4 3 ഇസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 മൈനസ് 3 ഫാക്ടോറിയൽ. ഇങ്ങനെ. അപ്പൊ ഇത്രയും കോമ്പിനേഷൻസ് അല്ലെ അറേഞ്ച്മെന്റ്സ് ആയിരിക്കും അവിടെ വരുന്നത്. ഇത്രയും രീതി നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഗ്രൂപ്പിൽ തന്നു കഴിഞ്ഞാൽ ഒരു എലമെന്റ്സിനെ, അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഗ്രൂപ്പ് 1 2 3 ആണ്. അപ്പൊ ഇതിലും നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും. അതിലാണ് നമ്മൾ ഗ്രൂപ്പ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ വരുമ്പോൾ ഒരു നോർമലി ഇതിൽ ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ, അതായത് ഹൗ മെനി പെർമ്യൂട്ടേഷൻ, ഒരു 4 എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ എത്ര പെർമ്യൂട്ടേഷൻ സാധ്യമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ എടുത്താൽ മതി. അതായത് 4 ഫാക്ടോറിയൽ ആയിരിക്കും അതിൽ വരുന്നത്.
സോ S4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി പെർമ്യൂട്ടേഷൻസ് ആർ ദെയർ ഇൻ S4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്ര 4 ഫാക്ടോറിയൽ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 24 ആയിരിക്കും ആൻസർ വരുന്നത്. ടോട്ടൽ പെർമ്യൂട്ടേഷനിലെ ഗ്രൂപ്പ് ഓഫ് 4 എലമെന്റ്സ്. അപ്പൊ ഇതില് നമുക്ക് ഗ്രൂപ്പിന്റെ കേസിൽ കുറച്ച് ഇക്വേഷൻസ്, അതായത് ഈ ഒരു ചെറിയൊരു ഇക്വേഷൻസ് ആണ്. അപ്പൊ അത് ആ പ്രോബ്ലംസും കൂടെ ഇതിന്റെ എൻഡിൽ ഞാൻ ചേർക്കാം. അതായത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പിന്നെ നമ്മുടെ മെയിനായിട്ട് കൂടുതലും ചോദിച്ചിരിക്കുന്നത് ഈ സൈക്ലിക് ഗ്രൂപ്പിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെയും കൂടെ ഞാൻ പെർമ്യൂട്ടേഷൻ്റെയും കൂടെ പ്രോബ്ലംസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നോട്ട്സ് ഞാൻ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ കുറേ കൂടെ പ്രോബ്ലംസ്, അതായത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം വിത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. കാരണം ഇതിലും ഞാൻ പെർമ്യൂട്ടേഷൻ്റെ ഇപ്പം ഈ ഒരു ജനറൽ ഇക്വേഷൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഇനി നമ്മൾ ബാക്കിയെല്ലാം ഇതിൽ അപ്ലൈ ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണ്, അതനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒരു ഗ്രൂപ്പിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഇപ്പം നമുക്ക് ഗ്രൂപ്പ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3, അപ്പോൾ ഈ ഗ്രൂപ്പിൽ എങ്ങനെയൊക്കെ പെർമ്യൂട്ടേഷൻ എത്രയൊക്കെ പോസിബിൾ വേസിൽ എഴുതാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് സൊല്യൂഷൻ എഴുതാം, നിങ്ങൾക്ക് അപ്പം പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. കാരണം ഇതിൽ നമ്മൾ പെട്ടെന്ന് ടോപ്പിക്ക് നോക്കിയപ്പോൾ കൂടുതൽ പെർമ്യൂട്ടേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ആഡ് ചെയ്ത്. അത് ഞാൻ ചെയ്യാം, അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ജനറൽ ഇക്വേഷൻസ് ഉണ്ട്, അത് വെച്ച് ചെയ്യാം. അത് ഗ്രൂപ്പിൽ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് ശരിക്കുമുള്ള ടോപ്പിക്ക് വരുന്നത്. ഇതെല്ലാം ഞാൻ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, അത് മാറിപ്പോയതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഗ്രൂപ്പ് പെർമ്യൂട്ടേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ നോർമലി പെർമ്യൂട്ടേഷൻ, അപ്പം കൺസെപ്റ്റ് സെയിം ആണ്, ഗ്രൂപ്പിൽ എങ്ങനെ പെർമ്യൂട്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇത് കഴിയുമ്പോൾ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. കാരണം അത്രയും ബുദ്ധിമുട്ടില്ല, കാരണം അത് കുറച്ച് ഇത് സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് അനുസരിച്ച് തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ആഡ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒന്നുകൂടെ ഇത് ചെയ്യുക. കാരണം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത്. ഇല്ല, നിങ്ങളുടെ സിലബസ് ശരിക്കും പറഞ്ഞേക്കുന്നത് ഗ്രൂപ്പ് ഇതാണ് വന്നേക്കുന്നത്. അതായത് 3rd മൊഡ്യൂളിൽ വന്നേക്കുന്ന ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഗ്രൂപ്പ്സിലാണ് സൈക്ലിക് ഗ്രൂപ്പും പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പുമാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് പെട്ടെന്ന്, കാരണം നോർമലി നമ്മൾ അതാണല്ലോ കൂടുതൽ പഠിച്ചത്. അപ്പോൾ പെർമ്യൂട്ടേഷൻ, പക്ഷേ കൺസെപ്റ്റ് സെയിം ആണ്, അത് ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോമ്പിനേഷൻ്റെ അത് ഞാൻ ഇത് ചെയ്തിട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ നോട്ട്സ് അപ്ലോഡ് ചെയ്യും, അതായിരിക്കും കറക്റ്റ് വരുന്നത്. ഓക്കെ, സോ കോമ്പിനേഷൻ എന്നുള്ള ടോപ്പിക് ഇല്ല കേട്ടോ സിലബസിൽ. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ടോപ്പിക്ക് വരുന്നത് സൈക്ലിക് ഗ്രൂപ്പ്സും പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പും ആണ് വരുന്നത്. കൂടുതലും ക്വസ്റ്റ്യൻ വരുന്നത് സൈക്ലിക് ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ്. ബാക്കി ഞാൻ ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്ത് തരാം.
ഓക്കെ, സോ അപ്പം നമുക്ക് ഇനിയും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സിലബസ് കവർ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ നിങ്ങൾ ഇത് ചെയ്യേണ്ട, കാരണം ഇത് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. കൺസെപ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച്മെന്റ്സ് ചെയ്യുക, അതായത് ഗ്രൂപ്പിലെ എലമെന്റ്സിനെ തമ്മിൽ എത്ര കോമ്പിനേഷൻസ് പറ്റുമെന്നുള്ളതാണ് പെർമ്യൂട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.